ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം ലൂക്കോസിന് ശേഷം 1-ാം അധ്യായം 48-ാം വാക്യം വായിക്കാം. 48-ാം വാക്യം. അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ഇന്നു മുതൽ നിങ്ങൾ ഇന്ന് അടിസ്ഥാനം ഇട്ടതുകൊണ്ട് ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഈ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ ലഭിക്കുന്ന ഭാഗ്യം എന്താണ്? ഇന്നു മുതൽ തലമുറകൾ എത്ര തലമുറ കഴിഞ്ഞു പോയാലും എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഭാഗ്യവാനാകും. എല്ലാ തലമുറകളും. ആരും ഉയർത്തപ്പെട്ടിട്ടില്ല വിശുദ്ധ മാതാവിനെ പോലെ, ആരും താഴ്ത്തപ്പെട്ടിട്ടില്ല വിശുദ്ധ മാതാവിനെ പോലെ. എന്താണ് കാരണം? വിശുദ്ധ മാതാവിന് കിട്ടിയ ആ ഭാഗ്യം എന്താണ്? കർത്താവായ യേശുക്രിസ്തുവിനെ ഉദരത്തിൽ വഹിപ്പാനുള്ള ഭാഗ്യം ലഭിച്ചു. യേശുക്രിസ്തുവിനെ വഹിപ്പാനുള്ള ഭാഗ്യം ലഭിച്ചു. യേശുക്രിസ്തുവിനെ ഉള്ളിൽ ലഭിച്ചു. ക്രിസ്തുവിനെ ഹൃദയത്തിൽ ലഭിച്ചു, ഹൃദയത്തിൽ ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ഉദരത്തിൽ വരുന്നതാണ് മഹാഭാഗ്യം. യേശുക്രിസ്തു ഹൃദയത്തിൽ വരുന്നതാണ് മഹാഭാഗ്യം. യേശുക്രിസ്തു നമ്മുടെ ആളത്വത്തിൽ പ്രവേശിക്കുന്നതാണ് മഹാഭാഗ്യം. യേശുക്രിസ്തു ലഭിക്കുന്നതാണ് മഹാഭാഗ്യം. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. കന്യകയായിരുന്നു വിശുദ്ധ മാതാവ്, കന്യകയായിരുന്നു. അന്ന് ഒരു ദിവസം പെട്ടെന്ന് ഒരു ഗബ്രിയേൽ ദൂതൻ അടുക്കൽ വന്ന് നിൽക്കുന്നു. ഒരു തേജോമയ രൂപിയായ മാലാഖ വന്ന് നിൽക്കുന്നത് കണ്ട് മറിയാം അത്ഭുതപ്പെട്ടു, ആശ്ചര്യപ്പെട്ടു. ദൂതൻ പറഞ്ഞു, മറിയയെ നീ ഭയപ്പെടേണ്ട, ഞാൻ ഗബ്രിയേലാകുന്നു. ദൈവം എന്നെ അയച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. നിന്നെ ഒരു ശുഭകാര്യം അറിയിപ്പാനാണ് ഞാൻ വന്നത്. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു. ഇനി അതൊന്നും മനസ്സിലായി. എന്താ കൃപ? എന്താണ് കൃപ ലഭിക്കുക എന്ന് പറഞ്ഞാൽ? എന്താണ് മനസ്സിലാകുന്നില്ല. നമുക്ക് വായിക്കാം, ഭാഗം വായിക്കാം, തൊട്ട് മുമ്പുള്ള ഭാഗം. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു പോയി, അമ്പരന്ന് പോയി. ഇത് എന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു. എന്തൊരു വന്ദനമാണ്, എന്താണ് ഞാൻ ഈ കേൾക്കുന്നത്, ഞാൻ എന്താണ് ഈ കാണുന്നത്? അവൾ ഭ്രമിച്ചു പോയി, ഇത് എന്തൊരു വന്ദനം എന്ന് പറഞ്ഞു. ദൂതൻ അവളോട്, മറിയയെ ഭയപ്പെടേണ്ട, മറിയയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. മാലാഖ വചനം പറയുകയാണ്, ദൈവത്തിന്റെ വചനം പറയുകയാണ്. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കണം. അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും. അവൻ വലിയവനാകും. അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്നരുളും. ദൈവം അവന് സിംഹാസനം കൊടുക്കും. അവൻ യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവൻ യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയുമില്ല. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയാകിയാൽ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ, ഞാൻ ഗർഭിണിയാകുന്നില്ലേ പറഞ്ഞത്. ഞാൻ ഇതുവരെയും ഒരു പുരുഷനെ അറിഞ്ഞിട്ടില്ല, ഒരു പുരുഷ സ്പർശമേറ്റിട്ടില്ലാത്ത ഞാൻ ഗർഭം ധരിക്കും. എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ, ഇതെങ്ങനെ സംഭവിക്കും? ഇത് ഞാൻ പുരുഷനെ അറിയാകിയാൽ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. നിനക്കിപ്പോൾ മനസ്സിലാവുകയില്ല. പരിശുദ്ധാത്മാവ്, അദൃശ്യനായ ദൈവാത്മാവ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അത്യുന്നതനായ നിത്യദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഉത്ഭവിക്കുന്നത് ഒരു വിശുദ്ധ പ്രജയായിരിക്കും. അവൻ വിശുദ്ധ പ്രജയായിരിക്കും. അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരത്തി എലിശബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6-ാം മാസം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. നീ സംശയിക്കേണ്ട. നിന്റെ ചാർച്ചക്കാരത്തിയായ എലിസബത്ത് ഇപ്പോൾ 6 മാസം ഗർഭിണിയാണ്. വയസ്സായി, പ്രായമായി ചെന്നതിന് ശേഷമാണ് ഗർഭിണിയായത്. ദൈവം കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ആർക്ക് തടുക്കാൻ പറ്റും? നിത്യനായ ദൈവം എലിസബത്തിന് ഗർഭധാരണത്തിനുള്ളതായി ഭാഗ്യം കൊടുത്തു. ഇപ്പോൾ ദൈവം പറയുന്നു, പരിശുദ്ധാത്മാവിന്റെ മേൽ വരും, നീ ഗർഭം ധരിച്ചവനെ പ്രസവിക്കും. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞു. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഇനി മാതാവ് പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഒന്നും മനസ്സിലാകുന്നില്ല. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി,
എനിക്കതേ പറയാനുള്ളൂ. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എനിക്ക് ഭവിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. സമർപ്പണം, യഥാർത്ഥമായ ഒരു സമർപ്പണം, ഡെഡിക്കേഷൻ, ഒരു യഥാർത്ഥമായ സമർപ്പണം വരികയാണ്. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് പോലെ ഭവിക്കട്ടെ. ഭാഗ്യവതി എന്ന് തലമുറകൾ വാഴ്ത്തണമെങ്കിൽ ഈ ഡെഡിക്കേഷനിലേക്ക് നാം വരണം, സമർപ്പണത്തിലേക്ക് വരണം. വചനം കേൾക്കുന്നു, വചനം വിശ്വസിക്കുന്നു, വചനം സ്വീകരിക്കുന്നു, വചനം ഗർഭം ധരിച്ച് മകനെ പ്രസവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വചനം ജഡമായി തീർന്നു, വചനം ജഡമെടുത്തു, കൃപയും സത്യവും നിറഞ്ഞനായി നമ്മുടെ ഇടയിൽ പാർത്തു. ദൈവത്തിൻ്റെ വചനമാണ് കന്യമാതാവ് കേട്ടത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് അവളുടെ മേൽ നിഴലിട്ടത്. പരിശുദ്ധാത്മാവിൻ്റെ മേൽ വരുമെന്നാണ് പറഞ്ഞത്. നിത്യനായ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ ആർക്ക് വർണ്ണിക്കാൻ സാധിക്കും? ആർക്കത് വിവരിക്കാൻ സാധിക്കും? അത് മനുഷ്യനെ കൊണ്ട് അസാധ്യമാണ്. മനുഷ്യൻ്റെ ഭാഷ അതിന് മതിയാകുന്നതല്ല. പ്രിയപ്പെട്ടവരെ, നിത്യനായ ദൈവം ഒരു പ്രത്യേക കാലയളവിൽ, ഒരു പ്രത്യേക ദേശത്ത്, ഒരു പ്രത്യേക വ്യക്തിയിൽ തൻ്റെ കരുണ നിക്ഷേപിക്കാൻ തീരുമാനിച്ചു. തൻ്റെ ഏകജാതനായ പുത്രനെ ആ കന്യകയിൽ ഉരുവാകുവാൻ നിത്യനായ ദൈവം തീരുമാനിച്ചു. ഭൂമിയിലെ മനുഷ്യർക്ക് മനസ്സിലാവുകയില്ല, മെഡിക്കൽ സയൻസിന് മനസ്സിലാവുകയില്ല. പക്ഷേ നിത്യനായ ദൈവത്തിൻ്റെ കാര്യപരിപാടി ആർക്ക് മനസ്സിലാകും? സ്നേഹിതരെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇന്ന് നിങ്ങൾ പലരും അനേകരുടെ മുമ്പിൽ ചിലപ്പോൾ കൈനീട്ടിയിട്ടുണ്ടാകും. പരീക്ഷയ്ക്ക് ഫീസ് കൊടുക്കാൻ രോഗിക്ക് വേണ്ടി കൈനീട്ടിയിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആവശ്യം വന്നപ്പോൾ കടം തീർക്കാൻ രൂപ ആരുടെയെങ്കിലും കളി കയറ്റി വാങ്ങിയിട്ടുണ്ടാകും. എന്നാൽ ദൈവം നിങ്ങളോട് പറയുകയാണ്, നിങ്ങളിന്ന് കൈനീട്ടി രൂപ വാങ്ങുന്നു, എന്നാൽ ഈ കൈ അനേകർക്ക് കൊടുക്കുന്ന കൈയായി മാറ്റാൻ ദൈവത്തിന് കഴിയും. ഇന്ന് നീ കടത്തിൽ വിഷമിക്കുകയാണ്, എന്നാൽ അനേകരുടെ കടം തീർക്കാൻ നിന്നെക്കൊണ്ട് സാധിക്കും. എങ്ങനെ? ദൈവം നിൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഇന്ന് നീ ദരിദ്രനായി അല്ലെങ്കിൽ പണത്തിന് വിഷമിക്കുന്നതിനായി, ഇന്ന് ഭാരപ്പെട്ട് ഞരങ്ങുന്നവനായി, ഇന്ന് കുടുംബത്തിൽ കലഹമായി, കുടുംബം ആകെ തകരാറിലായിരിക്കും. പക്ഷേ എന്നാൽ ഇനിയൊരു ദിവസം നീ അത്ഭുതത്തോടെ ഓർക്കുന്ന ദൈവമേ, എൻ്റെ കുടുംബത്തിൽ നീ ഒരു സമാധാനം തന്നല്ലോ, സ്വൈര്യം തന്നല്ലോ, എൻ്റെ മക്കൾ നേരെ വഴിയിലേക്ക് ആയല്ലോ, അവർ സത്യവിശ്വാസത്തിലേക്ക് വന്നല്ലോ, എൻ്റെ ഭർത്താവ് മദ്യപാനം നിർത്തി നല്ല സ്വഭാവമുള്ളവനായി തീർന്നല്ലോ, എന്തോ ഒരു നല്ല സ്വഭാവം, നിങ്ങളുടെ കുടുംബം സ്വർഗമായല്ലോ പറയും. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ, മറക്കരുത്. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ. നിങ്ങൾ പറയണം, ഇന്ന് ഞാൻ അടിസ്ഥാനമിടുകയാണ്, ആലയത്തിന് അടിസ്ഥാനമിടുകയാണ്. ഇന്ന് ഞാൻ ആലയത്തിന് അടിസ്ഥാനമിടുന്നതുകൊണ്ട് യേശുവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. ഇന്നു മുതൽ നിങ്ങൾ അനുഗ്രഹിക്കുമെന്ന് കൽപ്പിച്ചല്ലോ. ഇപ്പോൾ നാഥ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. ഇന്നു മുതൽ തലമുറകൾ എന്നെ ഭാഗ്യവതി വാഴ്ത്തുന്ന ഭാഗ്യാനുഭവത്തിലേക്ക് എന്നെ നയിക്കണമേ. ദൈവത്തിന് സ്തോത്രം. കന്യാമാതാവിൻ്റെ ഡെഡിക്കേഷൻ എടുത്തു, ഒരു സമർപ്പണം എടുത്തു. നമ്മുടെ ജീവിതത്തിൽ സമർപ്പണം വേണം. എങ്ങനെയാണ് സമർപ്പണം? എന്താണത്? എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയണപ്പാനും നാഥാ, എന്നെ നിനക്കു സുഗന്ധമതായി അർപ്പിപ്പാനും കൃപ ചെയ്യുക. എന്നെ നിനക്കു സുഗന്ധമതായി അർപ്പിപ്പാനും കൃപ ചെയ്യുക. ആത്മശരീരമനസ്സുകളാ എന്നോട് തിരുമുൽ കാഴ്ചകളെ താതസുതാശ്വാസ പ്രദനേ അൻപൊടു കൈക്കൊണ്ടിടണമേ. താതസുതാശ്വാസ പ്രദനേ അൻപൊടു കൈക്കൊണ്ടിടണമേ. ദൈവത്തിന് സ്തോത്രം. സമർപ്പണം, യഥാർത്ഥമായ സമർപ്പണം. ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരും ഇപ്പോൾ നിങ്ങളുടെ അരികത്ത് നിൽക്കുന്ന കർത്താവിനോട് പറയണം, കർത്താവേ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസൻ, നിൻ്റെ വചനം പോലെ എനിക്ക് ഭവിക്കട്ടെ. നീ എന്തെന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പോലെ എനിക്ക് സംഭവിക്കട്ടെ. ഞാൻ എൻ്റെ ഭാവി നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു, ഞാൻ എൻ്റെ ഭാവി നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ എളിമയോടൊരു കാര്യം പറയട്ടെ. എൻ്റെ ജീവിതത്തിൽ 17-ാമത്തെ വയസ്സിൽ ഞാൻ ജീവിതം കർത്താവിന് ഇങ്ങനെ കൊടുത്തതാണ്, സമർപ്പണം എടുത്തതാണ്. 17-ാമത്തെ വയസ്സിൽ ഞാൻ തീർത്തും അവശനായിരുന്നു, ഞാൻ അഗതിയായിരുന്നു, ഞാൻ അനാഥനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ അപ്പൻ എനിക്കൊരു വയസ്സിൽ മരിച്ചുപോയി. നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. ഒരു വയസ്സിൽ അപ്പൻ മരിച്ചു. എൻ്റെ അമ്മ 30-ാമത്തെ വയസ്സിൽ വിധവയായി. പിന്നെ അമ്മ ജീവിച്ചത് എനിക്ക് വേണ്ടി തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ വളരുന്നത് കാണാൻ അമ്മ ആഗ്രഹിച്ചു. അമ്മ എന്നെ ഓമനിച്ച് താലോലിച്ച് വളർത്തി. ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിച്ചും ശാസിക്കേണ്ട സമയത്ത് ശാസിച്ചും നല്ല ശരിയായ വഴിയിൽ കൂടി നടത്തി.
വേദപുസ്തകം എന്നും വായിക്കണം നിർബന്ധമാമ പറഞ്ഞു. ഞാൻ വായിച്ചു. എന്നും ഒരു അധ്യായങ്ങൾ വായിക്കണമെന്ന് പറഞ്ഞു. 2 നേരവും പ്രാർത്ഥന. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും. ചിട്ടപ്പെട്ട ജീവിതം, നോമ്പ് നമസ്കാരവും എല്ലാം കൃത്യമായിട്ട്, മാറാനായ പെരുന്നാളുകളെല്ലാം കൃത്യമായിട്ട് എല്ലാം ആചരിച്ചു. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഞാൻ അനാഥനായിരുന്നു. എനിക്ക് സമാധാനം ഉണ്ടായിരുന്നില്ല. എന്നും എൻ്റെ ഉള്ളിൽ നീറിക്കൊണ്ടിരുന്നു. ഞാൻ അപ്പനില്ലാത്ത മോനല്ലേ, എനിക്കൊരു ആലോചന പറഞ്ഞു തരാൻ ആരുമില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. മനസ്സ് നൊന്തു, മനസ്സ് വിങ്ങി വിങ്ങി ഞാൻ പൊട്ടി കരഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായി വരികയില്ല. ശിശുവായിരിക്കുമ്പോൾ തന്നെ അപ്പനെ കണ്ട ഓർമ്മ പോലും എനിക്ക് ഇപ്പോഴില്ല. ശിശുവായിരിക്കുമ്പോൾ തന്നെ അപ്പനോ അമ്മയോ മരിച്ചു പോയവർക്ക് അറിയാം അതിൻ്റെ ദുഃഖം എന്താണെന്ന്. ആ വേദന തീർത്താൽ തീരുന്ന വേദനയല്ല. ദൈവത്തിന് സ്തോത്രം. അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അപ്പം മരിച്ചു കിടക്കുന്ന കട്ടിലിൻ്റെ ചുറ്റും ഞാനിങ്ങനെ പിടിച്ച് നടക്കുമായിരുന്നതെന്ന്. 1 വയസ്സേ എനിക്കെന്നുള്ളൂ. ശരിക്കും കൈ വിട്ട് നടക്കാറായില്ല പോലും. പിടിച്ച് നടന്നുകൊണ്ട് ഞാൻ അപ്പ എന്ന് വിളിക്കുന്നെന്ന്. കാരണം അപ്പൻ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് കിടന്ന് ഉറങ്ങാറുണ്ട്. അപ്പോൾ എന്നെ കൂടെ ചേർത്ത് കിടത്താറുണ്ട്. അന്ന് എന്തുകൊണ്ടാണ് അപ്പൻ എന്നെ ചേർത്ത് കിടത്താത്തത് എനിക്ക് മനസ്സിലായില്ല. മരിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുകയില്ലായിരുന്നു. ആരും അങ്ങനെ പറഞ്ഞുമില്ല. അപ്പ എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ കട്ടിൽ ചുറ്റും പിടിച്ച് നടന്നു. ദൈവത്തിന് സ്തോത്രം. അന്ന് ഭൂമിയിലെ അപ്പൻ മരിച്ചു പോയിരുന്നു. ഭൂമിയിലെ അപ്പൻ ആ വിളി കേട്ടില്ല. പക്ഷേ സ്വർഗത്തിലെ അപ്പൻ വിളി കേട്ടു. ജീവിതം നിരാശയിലാണ്ട് ഞാൻ കാലങ്ങൾ കഴിച്ചു. 17-ാമത്തെ വയസ്സിൽ ഞാൻ ദൈവത്തിൻ്റെ വചനം കേട്ടു. നിങ്ങൾ ഈ കേൾക്കുന്നത് പോലെ ഞാൻ ദൈവത്തിൻ്റെ വചനം കേട്ടു. അനുഗ്രഹീതനായ ഒരു ദൈവദാസൻ, അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഇപ്പോൾ ഓർക്കുന്നില്ല, അദ്ദേഹം ഞങ്ങളുടെ പള്ളിയിൽ വന്നൊരു വചനം പറഞ്ഞു. എൻ്റെ ഹൃദയത്തെ മുറിച്ചു, എൻ്റെ ഹൃദയത്തെ കീറി മുറിച്ചു. വചനം എൻ്റെ ഉള്ളത്തിലേക്ക് അസ്ത്രം പോലെ തറഞ്ഞു കയറി. ഞാനിവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. അന്ന് ജീവിതം പുതുതായി. ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലായി. കർത്താവ് എന്നെ വളർത്താൻ തുടങ്ങി. കർത്താവ് എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കാൻ തുടങ്ങി. ഭാഗ്യവശാൽ അരുതാത്ത വഴികളിലേക്കൊന്നും പോകാതെ കർത്താവ് എന്നെ കാത്തു, തടുത്ത് പിടിച്ചു. കൊള്ളുതാത്ത വഴികളിലേക്കൊന്നും പോയില്ല. ദൈവത്തിന് സ്തോത്രം. ദുശ്ശീലങ്ങളൊന്നും പാലിച്ചില്ല, പഠിച്ചില്ല. നല്ല കൂട്ടുകാരും ഉണ്ടായിരുന്നില്ല. ഒറ്റപ്പെട്ടൊരു ജീവിതം. പ്രിയപ്പെട്ടവരെ, ഒരു സമർപ്പണം, യഥാർത്ഥമായൊരു സമർപ്പണം. ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം കർത്താവിന് കൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ, യേശുവേ, നീ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നല്ലോ. ഈ ജീവിതം, എൻ്റെ ഭാവി മുഴുവൻ എൻ്റെ കയ്യിലേക്ക് ഞാൻ ഇതാ തരുന്നു. ഇത്രയും കാലം നഷ്ടത്തിൻ്റെ കാലങ്ങളായിരുന്നു, അനാഥത്വത്തിൻ്റെ കാലങ്ങളായിരുന്നു, ആശരണമായ അവസ്ഥയായിരുന്നു, കർത്താവേ, ദുഃഖനിമഗ്നമായ കാലങ്ങളായിരുന്നു. എന്നാൽ ഇന്ന് ഞാനിതാ എൻ്റെ ജീവിതത്തിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. പാഴായിപ്പോയ സംവത്സരങ്ങൾ തീർന്നു, ഇന്നിതാ എൻ്റെ ജീവിതത്തിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ തരുന്നു. നിങ്ങൾക്ക് പറയാൻ തോന്നുന്നുണ്ടോ? വിശ്വമാതാവ് പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞ് അടുത്ത ഖണ്ഡികയിൽ നിന്ന് വായിക്കാം 39-ാം വാക്യം. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ്യ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു. സെഖര്യാവിൻ്റെ വീട്ടിലെത്തി എലിശബത്തിനെ വന്ദിച്ചു. മറിയയുടെ വന്ദനം എലിശബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. ദൈവത്തിന് സ്തോത്രം. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിലേക്ക് ഓടിപ്പോയി. എന്താണാവോ? നിങ്ങൾ മനസ്സിലാകുമോ? കാരണം വിവാഹം കഴിക്കാത്തൊരു സ്ത്രീ, വിവാഹം നിശ്ചയിച്ചിട്ടേ ഉള്ളൂ, വിവാഹം കഴിക്കാത്തൊരു സ്ത്രീ ഗർഭിണിയായി, ഒരു കന്യ ഗർഭിണിയായിരിക്കുന്നു. ഇതിൽ പരം നാണക്കേട് പറയാനുണ്ടോ? നാട്ടിൽ നിൽക്കാൻ വയ്യാതായി. ക്രിസ്തു ഉള്ളത്തിൽ വന്നപ്പോൾ അനേകരുടെ ആക്ഷേപമായി. യേശു ക്രിസ്തു ഉള്ളത്തിൽ ഒന്നും ആർക്കും മനസ്സിലായില്ല. പക്ഷേ അനേകർക്ക് ആക്ഷേപമായി, അനേകർക്ക് പരിഹാസമായി, അനേകരെ കളിയാക്കാൻ തുടങ്ങി. വലിയ ഭക്തിയൊക്കെ ഭാവിച്ച് കാണുന്നില്ലേ? എന്താ കണ്ടില്ലേ? ഇതാണ്ട് കല്യാണം ആലോചിക്കുന്നേ ഉള്ളൂ, ഇപ്പോൾ പെണ്ണ് ഗർഭിണിയാണ്. എത്രയോ വിഷാദകരമായൊരു വാക്കാണത്. ഹൃദയത്തെ ഭേദിപ്പിക്കുന്ന വാക്കാണ്. നാട്ടിൽ നിൽക്കാൻ വയ്യാതായി, മനുഷ്യരുടെ മുഖത്ത് നോക്കാൻ വയ്യാതായി, മലനാട്ടിൽ യഹൂദ്യ പട്ടണത്തിലേക്ക് ബന്ധപ്പെട്ടു പോയി. ആ വാക്കുകൾ പീഡിപ്പിക്കുന്ന വാക്കുകൾ. പെർസിക്യൂഷൻ, ഒന്ന് ഡെഡിക്കേഷൻ, രണ്ട് പേഴ്സിക്യൂഷൻ. ആളുകളിൽ നിന്നുണ്ടാകുന്ന പീഡ, പേഴ്സിക്യൂഷൻ, പീഡ വന്നു. ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വലിയ മർമ്മം പറഞ്ഞു തരാം. നിങ്ങൾ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് പീഡ വരും, നിങ്ങൾക്ക് എതിർപ്പുകൾ വരും, നിങ്ങൾക്ക് പോരാട്ടങ്ങൾ വരും, നിങ്ങളെ പലരും തെറ്റിദ്ധരിക്കും.
നിങ്ങളുടെ ഉദ്ദേശം ആളുകൾക്ക് മനസ്സിലാവുകയില്ല. നിങ്ങളുടെ നന്മയുടെ ഉദ്ദേശശുദ്ധി ആളുകൾക്ക് പിടികിട്ടുകയില്ല. ആക്ഷേപിക്കും, പരിഹസിക്കും, നിങ്ങളെ കളിയാക്കും, നിങ്ങളെ ഒറ്റപ്പെടുത്തും. മറിയ ഒറ്റപ്പെട്ടവളായി ആ പേഴ്സിക്യൂഷൻ വഹിക്കാൻ വയ്യാത്തതുകൊണ്ട് അവൾ ഒരു ഫെലോഷിപ്പ് തേടിപ്പോയി. ഫെലോഷിപ്പ്, 1 ഡെഡിക്കേഷൻ, 2 പേഴ്സിക്യൂഷൻ, 3 ഫെലോഷിപ്പ്. എന്താണ് ഫെലോഷിപ്പ്? ഒരു കൂട്ടായ്മയിലേക്ക് പോയി. ഇതേ രീതിയിൽ കാര്യം ഗ്രഹിക്കാവുന്ന ഗർഭിണിയായ ഒരു സ്ത്രീയുണ്ട്, എലിസബത്ത്, സഖരിയ പുരോഹിതൻ്റെ ഭാര്യ. എലിസബത്തിൻ്റെ അടുക്കിലേക്ക് പോയി. എലിസബത്തിൻ്റെ അടുക്കൽ ചെന്ന് അവൾ വന്ദിച്ചു. ദൈവത്തിന് സ്തോത്രം. മറിയാവിന് സമാധാനമായി. ഫെലോഷിപ്പിൽ ചെന്നപ്പോൾ സമാധാനമായി. ഒരു ഫെലോഷിപ്പിലേക്ക് പോയി, ഒരു കൂട്ടായ്മയിലേക്ക് പോയി. ഒരു നല്ല കൂട്ടായ്മ കിട്ടാൻ ആഗ്രഹിച്ചു. വിശ്വാസ ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ഫെലോഷിപ്പ് വേണം. ആത്മീയ ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നേറണമെങ്കിൽ ഒരു നല്ല ഫെലോഷിപ്പ് വേണം, നല്ലൊരു കൂട്ടായ്മ വേണം. കൂട്ടായ്മയോട് ചേർന്ന് നിന്നാലേ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുകയുള്ളൂ. ആത്മാവിൻ്റെ വചനം കിട്ടുന്നൊരു കൂട്ടായ്മ വേണം. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നൊരു കൂട്ടായ്മ വേണം. പരിശുദ്ധാത്മാവ് മാത്രം പ്രവർത്തിക്കുന്നൊരു കൂട്ടായ്മ വേണം. സ്ഥാപിത താല്പര്യങ്ങൾ ഇല്ലാത്തൊരു കൂട്ടായ്മ വേണം. കക്ഷിയോ പക്ഷമോ ഇല്ലാത്തൊരു കൂട്ടായ്മ വേണം. മതഭേദമോ സമുദായഭേദമോ വ്യക്തിഭേദമോ ഇല്ലാത്തൊരു കൂട്ടായ്മ വേണം. പ്രിയപ്പെട്ടവരെ, സഭാഭേദമില്ലാത്തൊരു കൂട്ടായ്മ വേണം. അവിടെ യേശുക്രിസ്തു വാഴുന്ന ഒരു കൂട്ടായ്മ വേണം. അവിടെ ചെന്നു. ദൈവത്തിന് സ്തോത്രം. 1 ഡെഡിക്കേഷൻ, 2 പേഴ്സിക്യൂഷൻ, 3 ഫെലോഷിപ്പ്. ദൈവത്തിന് സ്തോത്രം. അവിടെ ചെന്നപ്പോൾ എന്തുണ്ടായി? എടുത്ത് വാക്യം. മറിയയുടെ വന്ദനം എലിശബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിശബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ. അവൾ പറയുകയാണ്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവിന്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്ന് ഉണ്ടായി? എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? എന്തൊരു ഭാഗ്യമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ആരാണ് ഈ വന്നിരിക്കുന്നത്? ഈ എലിസബത്തിനേക്കാൾ എത്രയോ പ്രായം കുറഞ്ഞ ഒരു കന്യക. എന്നാൽ പറയുകയാണ്, എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? നിന്റെ വന്ദനസ്വരം എൻ്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എൻ്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. നിന്റെ വന്ദനസ്വരം എൻ്റെ ചെവിയിൽ വീണപ്പോൾ തന്നെ എൻ്റെ ഗർഭത്തിലുള്ള പിള്ള, യോഹന്നാൻ സ്നാപകൻ, എൻ്റെ ഗർഭത്തിൽ പിള്ള ആനന്ദം കൊണ്ട് തുള്ളി. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നിന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. നീ വിശ്വസിച്ചല്ലോ, ഭാഗ്യം. നീ സംശയിച്ചില്ലല്ലോ, ഭാഗ്യം. നന്നായി മോളെ, നന്നായി. ദൈവത്തിന് സ്തോത്രം. പിന്നെ മറിയാം പറഞ്ഞത് എന്തെന്നാൽ, ഇനിയാണ് മറിയാം പറയുന്ന 2 വാക്യം മാത്രം വായിക്കാം. അപ്പോൾ മറിയ പറഞ്ഞത്, എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു. എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു. എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നു. അവൻ തൻ്റെ ദാസിയായ എൻ്റെ താഴ്ചയിൽ അവന് കടാക്ഷം തോന്നിയല്ലോ, അവൻ കടാക്ഷിച്ചല്ലോ. ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഫെലോഷിപ്പിൽ വന്നു, വർഷിപ്പ് തുടങ്ങി. വർഷിപ്പ്, സത്യാരാധന, അതാണ് വർഷിപ്പ്. ഇവിടെ പിന്നെ വർഷിപ്പാണ്. ആ ഗാനം മുഴുവൻ വർഷിപ്പാണ്. മാഗ്നിഫിക്കാറ്റ് എന്ന് പറയും. മാഗ്നിഫിക്കാറ്റ്, ആ വർഷിപ്പ്. ഇനി പറയാൻ പാടുന്നതെല്ലാം ഒരു വർഷിപ്പാണ്, ആരാധനയാണ്, ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. വർഷിപ്പ്. 1 ഡെഡിക്കേഷൻ, സമർപ്പണം. 2 പേഴ്സിക്യൂഷൻ, പീഡകൾ. 3 ഫെലോഷിപ്പ്, കൂട്ടായ്മ. 4 വർഷിപ്പ്, ആരാധന. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അതൊക്കെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ തലമുറകൾ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ഇന്നും എത്രയോ തലമുറകൾ കഴിഞ്ഞു, നൂറ്റാണ്ടുകൾ കഴിഞ്ഞില്ലേ? ഇന്നും മാതാവിനെ നാം ആദരിക്കുന്നു, നാം ബഹുമാനിക്കുന്നു. എന്തുകൊണ്ട്? തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ഭാഗ്യവതി എന്തുകൊണ്ട്? വചനം കേട്ടു, വചനം വിശ്വസിച്ചു, വചനം അനുസരിച്ചു, വചനത്തിന് കീഴ്പ്പെട്ടു. പീഡകൾ വന്നിട്ടും നിരാശപ്പെടാതെ ഫെലോഷിപ്പ് തേടിപ്പോയി. ഈ ഫെലോഷിപ്പിൽ ആനന്ദം കിട്ടി. അപ്പോൾ ആഹ്ലാദത്തോടുകൂടി ദൈവത്തെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ കൃപ ലഭിച്ചു. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഈ ഭാഗ്യം വേണമോ? തലമുറകൾ ഭാഗ്യവതി എന്ന് വാഴ്ത്തുന്നതായി ഭാഗ്യം വേണമോ? അതോ തലമുറകൾ നമ്മെക്കുറിച്ച് എന്താണ് പറയാൻ പോകുന്നത്? നാം ഈ ഭൂമിയിൽ നിന്ന് ഒരു ദിവസം കടന്നു പോവുകയില്ലേ? ഒരു ദിവസം ഞാനും പോകും, നിങ്ങളും പോകും, ഇല്ലേ? പോകും. നമ്മുടെ അനന്തരം പിന്നെ ഈ ഭൂമിയിലുള്ളവർ നമ്മളെക്കുറിച്ച് എന്താണ് പറയാൻ പോകുന്നത്? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ എന്താണ് പറയാൻ പോകുന്നത്? നമ്മുടെ മക്കളുടെ മക്കൾ എന്താണ് പറയാൻ പോകുന്നത്? മക്കളുടെ മക്കളോ
അവർ ഒരുപക്ഷെ മക്കൾ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. എന്നാൽ നാം കടന്നു പോകുന്നതിന് മുമ്പ് അവർ ജനിച്ചിട്ടില്ല. എന്നാൽ കടന്നു പോയതിനു ശേഷം ജനിച്ച കുഞ്ഞുങ്ങളുണ്ട്. അവരും പറയുമോ, ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു വിശുദ്ധനായ ഒരു പിതാവ് ഉണ്ടായിരുന്നു. സ്തോത്രം. പറയുമോ, ഞങ്ങളുടെ കുടുംബത്തിൽ സത്യവിശ്വാസിയായ ഒരു പിതാവ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ നല്ല വിശ്വാസിയായ ഒരു അമ്മയുണ്ടായിരുന്നു, ഒരു മാതാവുണ്ടായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു മാതാവുണ്ടായിരുന്നു. ആ അമ്മയുടെ തണലിൽ വളർന്നാണ് എൻ്റെ അമ്മ വളർന്നത്, എൻ്റെ അപ്പൻ വളർന്നത്. ദൈവത്തിന് സ്തോത്രം. മക്കളും മക്കളുടെ മക്കളും മക്കളുടെ മക്കളും പറയുമോ? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ അധ്യാപകരാണെങ്കിൽ നിങ്ങൾ അധ്യാപകൃത്തിയെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരുപക്ഷെ കടന്നുപോയി കാണില്ല, ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാകും. നിങ്ങൾ പഠിപ്പിച്ച കുട്ടികൾ നിങ്ങളെക്കുറിച്ച് എന്താണ് പറയാൻ പോകുന്നത്? നിങ്ങൾ പഠിപ്പിച്ച കുട്ടികൾക്ക് അവർക്ക് നിങ്ങളെക്കുറിച്ച് എന്താണ് ഒരു അഭിപ്രായമുള്ളത്? ഒരു മാന്യനായ അധ്യാപകൻ എന്ന് പറയുമോ നിങ്ങളെക്കുറിച്ച്? അദ്ദേഹം ഒരു മാന്യനായിരുന്നു പറയുമോ? ഞങ്ങൾ പക്ഷേ കളിയാക്കിയിട്ടുണ്ടെങ്കിലും അത് എല്ലാം ഞങ്ങളുടെ മണ്ടത്തരായിപ്പോയി. അദ്ദേഹം ഒരു മാന്യനായിരുന്നു, ദൈവവിശ്വാസിയായിരുന്നു. അദ്ദേഹം ക്ലാസ് നല്ലപോലെ പഠിപ്പിച്ചിരുന്നു, നല്ലതുപോലെ പഠിപ്പിച്ചിരുന്നു, ഒട്ടും വിടാതെ എല്ലാം പഠിപ്പിച്ചിരുന്നു. ഞങ്ങൾക്ക് പ്രയോജനമായിരുന്നു ആ ക്ലാസ്സുകൾ എന്ന് നിങ്ങളെക്കുറിച്ച് പിൽക്കാലത്ത് പറയുമോ? ഒരു മാന്യതയുള്ള മനുഷ്യനെന്ന് പറയുമോ? ദൈവത്തിന് സ്തോത്രം. കന്യാമാതാവിനെക്കുറിച്ച് തലമുറകൾ കഴിഞ്ഞു പോയി. പറയും, ഇന്നു തലമുറകൾ എൻ്റെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. സ്തോത്രം. ഇന്ന് മുതൽ ഈ ഭാഗ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇന്നൊരു തീരുമാനമെടുക്കാം. ഇന്ന് ഈ ദിവസം ഒരു തീരുമാനമെടുക്കാം. കർത്താവേ, ഞാനിതാ എന്നെ തന്നെ ഇതിൻ്റെ കാൽക്കൽ സമർപ്പിക്കുന്നു. എൻ്റെ ഭാവി അതിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. ഇന്ന് എനിക്ക് കുരുന്ന് പ്രായമാണ്, കൊച്ചുകുട്ടിയാണ് ഞാൻ. അല്ല, ഞാൻ യുവതിയാണല്ല, യുവാവാണ്. അല്ല, ഞാൻ പ്രായമായി, ഞാൻ നല്ല വാർദ്ധക്യത്തിലിരിക്കുന്നു. ഈ സമയത്ത് ഏത് പ്രായത്തിലുള്ളവർക്കും നിങ്ങൾക്ക് സമർപ്പിക്കാം. കർത്താവേ, നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതിനാൽ ഞാൻ നിൻ്റെ വകയാണ്. എന്നെ നീ വിലയ്ക്ക് വാങ്ങുവാൻ നിൻ്റെ തിരുരക്തം ചിന്തിയതിനാൽ ഞാൻ നിൻ്റെ വകയാണ്. എൻ്റെ കഴിഞ്ഞ കാല പാവങ്ങളൊക്കെയും കഴുകിത്തരാമെന്ന് നീ വാക്ക് പറഞ്ഞതിനാൽ ഞാൻ നിൻ്റെ വകയാണ്. വന്നുപോയ പാവങ്ങളൊക്കെയും കഴുകുന്ന യേശു ക്രിസ്തുവിൻ്റെ രക്തം ഇപ്പോൾ എന്നെ തൊടുവിക്കണമേ. ആ തിരുരക്തത്താൽ എൻ്റെ പാവക്കറകളെല്ലാം കഴുകി മാറ്റണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാവവും പോക്കി ശുദ്ധീകരിക്കുന്നു. ഒരു പാവവും ചെയ്യാത്ത ക്രിസ്തു ക്രൂശിന്മേൽ കിടന്ന് പിടഞ്ഞു, ഒരു പാവവും ചെയ്തില്ല. അവർ കർത്താവിൻ്റെ കന്നത്തടിച്ചു, കർത്താവിൻ്റെ മുഖത്തുനിന്ന് രോമങ്ങൾ പിഴുതെടുത്തു, രോമകൂപങ്ങളിൽ രക്തം തുളിച്ചു വന്നു നിന്നു. കർത്താവിൻ്റെ ശിരസിൽ മുടി വെച്ചു, കോലുകൊണ്ട് അടിച്ച് ചേർത്തു. ആ കുരിശിക്കപ്പെട്ട സമയത്ത് ആ ശിരസിൽ നിന്നൊഴുകുന്ന രക്തം കൊണ്ട് കണ്ണിൽ കൂടെയും ആ കവിളിൽ കൂടെയും ഒഴുകിയപ്പോൾ രക്തവും വിയർപ്പും എല്ലാം ഇങ്ങനെ താഴോടിങ്ങനെ ഒഴുകി വന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ തൂണോട് കെട്ടിയിട്ടിട്ട് കർത്താവിന് പുറകിൽ നിന്ന് ചാട്ടവാറ കൊണ്ട് 2 വശത്ത് നിന്ന് ഓരോരുത്തർ അടിച്ചു. പുറം ഉഴവുചാല് പോലെ കീറി, കൈകളും കാലുകളും തുളച്ചു. അവസാനം ചങ്കിലേക്ക് ഒന്നും കൊണ്ട് കുത്തി. ചോരയും നീരും പൊട്ടിപ്പുറപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് കുരിശിൽ കിടന്ന് പിടഞ്ഞു. ഇന്നും യേശു ക്രിസ്തു കുരിശിൽ കിടന്ന് പിടയണമോ, അതോ അരിമത്തിക്കാരൻ യോസേഫിൻ്റെ കല്ലറയിൽ അടക്കപ്പെടണമോ, അതോ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കണമോ? പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ചെയ്താൽ മതി. നിങ്ങളിപ്പോൾ ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും നിങ്ങളുടെ വിനീതമായ ഹൃദയം താഴ്ത്തിക്കൊണ്ട്, കർത്താവേ, നീ കുരിശിൽ കിടക്കേണ്ടവനല്ല, നീ എൻ്റെ ഹൃദയത്തിൽ വാഴേണ്ടവനാണ്. അരിമത്തിക്കാരൻ യോസേഫിൻ്റെ കല്ലറയിൽ കിടന്നവനായ യേശുവേ, നീ എൻ്റെ ഹൃദയത്തിൽ വാഴണമേ എന്ന് നിങ്ങൾ പറഞ്ഞാൽ യേശുവോട് വാഴുമെന്ന് മാത്രമല്ല, യേശുവോട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കും. സിംഹാസനസ്ഥനായി അവിടെ വാഴും. യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കും. നിങ്ങൾക്ക് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തുവിനെ വേണമോ? നിങ്ങൾക്ക് വേണമോ എങ്കിൽ കർത്താവ് ഇപ്പോൾ നിങ്ങളുടെ അരികത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് യേശുവിനെ ഇപ്പോൾ കിട്ടും. യേശുവിനെ നിങ്ങൾക്ക് പ്രാപിക്കാം. ആ തിരക്ക് നിങ്ങൾ കറകളെല്ലാം കഴുകിത്തരും. സകല പാപങ്ങൾ, എന്തെല്ലാം തെറ്റുകൾ വന്നുപോയി എല്ലാം കഴുകിത്തരും. എല്ലാം ശുദ്ധീകരിക്കും. എല്ലാം കഴുകി വെടിപ്പാക്കും. നിങ്ങൾ പുതിയ സൃഷ്ടിയാക്കി മാറ്റും. നിങ്ങൾ ഇന്നു മുതൽ തലമുറകൾ ഭാഗ്യവതി എന്ന് വാഴ്ത്തുന്ന, തലമുറകൾ ഭാഗ്യവാനെന്ന് വാഴ്ത്തുന്ന ശ്രേഷ്ഠമായ അനുഭവത്തേക്ക് നിങ്ങൾ കടന്നു വരും. നിങ്ങൾ അനുഗ്രഹീതരായിത്തീരും. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇന്ന് ഈ സൗഭാഗ്യം നിങ്ങളുടെ മുന്നിലേക്ക് കർത്താവ് തന്നിരിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ജീവിതം സമർപ്പിക്കാം. കർത്താവോട് പറയാം, കർത്താവേ, ഇത്രയും കാലം ഞാൻ പാഴാക്കി കളഞ്ഞു പോയല്ലോ, നല്ല നല്ല കാലങ്ങൾ ഞാൻ പാഴാക്കി കളഞ്ഞു പോയല്ലോ. കർത്താവേ, എൻ്റെ മരണത്തിന് മുൻപ് ഇന്ന് നീ എന്നെ സ്വീകരിക്കണമേ, എന്നെ നീ കൈക്കൊള്ളണമേ. നിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കണമേ. യേശുനാഥ, നീ എൻ്റെ ഉള്ളത്തിൽ ഒന്ന് വാഴണമേ, നീ എൻ്റെ ഹൃദയത്തിൽ വസിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. യേശു നിങ്ങളുടെ ഉള്ളത്തിലേക്ക് വരും. ഇത്രയും കാലം ഏതെല്ലാം തെറ്റുകൾ വന്നു പോയെങ്കിലും ഒന്നും നിങ്ങൾ പേടിക്കേണ്ട, നിരാശപ്പെടേണ്ട. യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപം പോക്കി നിങ്ങൾ ശുദ്ധീകരിക്കുന്നു. ആ തിരുരക്തം ഇപ്പോൾ നിങ്ങൾ കഴുകുവാൻ നിങ്ങളുടെ അരികത്തുണ്ട്. ആ യേശു ക്രിസ്തുവിൻ്റെ കരം നിങ്ങളുടെ അരികത്തുണ്ട്. നിങ്ങളെ വാഴ്ത്തുവാൻ കർത്താവിൻ്റെ കാര്യം അരികത്ത് വന്നിട്ടുണ്ട്. ആ മുറിഞ്ഞ കൈകൾ നിങ്ങളുടെ പേരെ ഉയർത്തിക്കൊണ്ട് കർത്താവ് പറയുന്നു, മകനെ, നിൻ്റെ ഹൃദയം എനിക്ക് തരിക, മകളെ, നിൻ്റെ ഹൃദയം എനിക്ക് തരിക.
യേശു ഇത് മാത്രമേ പറയുന്നുള്ളൂ. ഞാനിതാ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് ചെന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. യേശു അകത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ തിരുരക്തം കഴുകി ശുദ്ധീകരിച്ചിട്ട് യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് അങ്ങനെ യേശുവിൻ്റെ നിങ്ങൾക്ക് ജീവിക്കാം, യേശുവിൻ്റെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാം. അങ്ങനെ യേശുവിനോട് നിങ്ങൾക്ക് മരണക്കിടക്കയിൽ കിടക്കാം, യേശുവിനോട് നിങ്ങൾക്ക് രോഗശൈലിയിൽ കിടക്കാം, യേശുവിനോട് നിങ്ങൾ മരണക്കിടക്കയിൽ നിന്ന് നിങ്ങൾ മരിച്ച് കടന്നു പോകുമ്പോൾ യേശുവിനോട് പോരും, യേശുവിനോട് നിങ്ങൾ പോകാം. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ മക്കൾ വിട്ടുപോകും, ഭാര്യ വിട്ടുപോകും, ഭർത്താവ് വിട്ടുപോകും, എല്ലാവരും കരഞ്ഞുകൊണ്ട് ആ ശവക്കുഴിയിൽ നടുകിൽ നിന്ന് മാറിപ്പോകും. എന്നാൽ മാറാത്തവനായ യേശു നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ശവക്കുഴിക്ക് അപ്പുറത്തേക്ക് നിലനിൽക്കുന്ന ഉത്തമ സൗഭാഗ്യത്തിലേക്ക് യേശു നിങ്ങൾ നയിക്കും, നിങ്ങളെ ആനയിക്കും. അനുഗ്രഹീത വസന്തകാലങ്ങൾ കർത്താവ് നിങ്ങൾക്ക് തരും. വേണമോ നിങ്ങൾക്ക് യേശുവിൻ്റെ അരികെ തോന്നിയിരിക്കുകയാണ്. കടന്നു പോകുന്ന ഏവരുമായുള്ളവരെ, ഇത് നിങ്ങൾക്ക് ഏതുമില്ലയോ എന്ന് യേശു ചോദിക്കുകയാണ്. നിങ്ങൾ യേശുവിനെ സ്വീകരിക്കൂ, യേശുവിനെ കൈക്കൊള്ളൂ, യേശുവിനെ ജീവിതം വെറുതിരിക്കൂ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീത നിമിഷങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. എല്ലാവരെയും തുടരണമേ കർത്താവേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. തീരുമാനമെടുത്ത് വാക്ക് പറഞ്ഞവർക്ക് എൻ്റെ കർത്താവിൻ്റെ പ്രത്യേക കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ച് പറഞ്ഞയക്കണമേ. എൻ്റെ യേശുവിനോടുള്ള ജീവിതമാണ് ഏറ്റവും സൗഭാഗ്യം കാണുവാനുള്ളതായ ഭാഗ്യം എല്ലാവർക്കും നൽകണമേ കർത്താവേ. അത് അവിടുത്തെ രണ്ടാമത്തെ വരവിൽ ഞങ്ങൾ എല്ലാവരും സ്വീകരിക്കപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങൾ വിശുദ്ധീകരിക്കണമേ, എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൂര്യ TV-യിൽ.